നീറ്റ് 2025 കുറിച്ചുള്ള ലേറ്റസ്റ്റ് വിവരങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ എൻട്രൻസ് സംബന്ധമായ വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നീറ്റ് UG 2025 ഓഫ്ലൈൻ മോഡലിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നടത്തുന്നതിന് സമാനമായ രീതിയിലായിരിക്കും നടത്തുന്നത്. നേരത്തെ നീറ്റ് UG 2025 ഓൺലൈൻ മോഡിൽ നടത്തുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വർഷത്തെ നീറ്റ് UG 2025 ഓഫ്ലൈൻ മോഡലിലാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ എക്സാം ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ സാധാരണ നീറ്റ് എക്സാം മെയ്യിലെ ഫസ്റ്റ് സൺഡേയിലാണ് നടത്താറുള്ളത്. സോ ഈ വർഷം നീറ്റ് UG 2025 മെയ് 4-ാം തീയതി നടത്താനാണ് സാധ്യത. ഈ ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ അനുസരിച്ച് നോക്കുമ്പോൾ നീറ്റ് 2025 രജിസ്ട്രേഷൻ ഫെബ്രുവരി ആദ്യ വാരം ഫസ്റ്റ് വീക്ക് തുടങ്ങാനാണ് സാധ്യത. സോ വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നേരത്തെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പം പ്രിവലൻ്റ് ആയിട്ടുള്ളൊരു സംശയമാണ്, എന്താണ് ഈ ആപ്പാർ ID? ഈ ആപ്പാർ ID കമ്പൽസറി ആണോ? നമുക്ക് നീറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആപ്പാർ ID കമ്പൽസറി ആണോ? സോ ആപ്പാർ ID എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡ് പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു ID അല്ലെങ്കിൽ ഒരു ഡാറ്റയാണ് ആപ്പാർ ID. സോ ഈ ID ഉണ്ടെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഫുൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അതിലൂടെ അറിയാൻ പറ്റും. സോ ആപ്പാർ ID നീറ്റുമായിട്ടുള്ള ബന്ധം എന്തെന്ന് വെച്ചാൽ ഈ വർഷം മുതൽ ആപ്പാർ ID ഉപയോഗിച്ചും നീറ്റ് UGക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ രജിസ്ട്രേഷനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. ലൈക്ക് ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം, ആപ്പാർ ID ഉപയോഗിച്ച്, പിന്നെ പാസ്പോർട്ട് ഉപയോഗിച്ച്, അങ്ങനെ വിവിധ മെത്തേഡ്സ് ഉണ്ട്. സോ അതിലൊരു മെത്തേഡാണ് ആപ്പാർ ID. സോ ഇപ്പം മോസ്റ്റ് ആൾക്കാരും ആധാർ ഉപയോഗിച്ചായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. സോ അവർക്ക് ആപ്പാർ IDയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. ആപ്പാർ ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. സോ നീറ്റ് സ്കീം സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.